തൃശൂർ കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് അടർന്നു വീണു. പുലർച്ചെയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രവൃത്തി ദിവസങ്ങളിൽ നേരത്തെ എത്തുന്ന കുട്ടികൾ സ്കൂൾ ഓഡിറ്റോറിയത്തിന് അകത്താണ് സാധാരണ ഇരിക്കാറ്. MS ലിഷോയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലിഷോയ്, ഈ സ്കൂളുകളുടെ സുരക്ഷാ ഓഡിറ്റിംഗ് അത് കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ വന്നതുൾപ്പെടെ പല സ്കൂളുകളിലെയും അപകടകരമായ സാഹചര്യങ്ങളുടെ വാർത്തകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിൽ, വിദ്യാഭ്യാസ മന്ത്രി നൽകിയെങ്കിൽ ഇത് പരിശോധിക്കാനൊക്കെ ചുമതലപ്പെട്ട ആളുകളിലെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൂടെ, അല്ലെങ്കിൽ നടപടിയെടുത്തൂടെ എന്ന ചോദ്യമാണ്. ഇവിടെ എപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്? ഇന്ന് പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് ഈ കോടാലി ഗവൺമെൻറ് LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിൻ്റെ സീലിംഗ് ആണ് അടർന്നു വീണത്. ഏകദേശം 3 വർഷത്തിനും 4 വർഷത്തിനും ഇടയിലാണ് മുൻപാണ് ഇത്തരത്തിൽ ഈ ഒരു ഓഡിറ്റോറിയത്തിന് സീലിംഗ് നിർമ്മിക്കുന്നത്. എന്നാൽ ആ ഒരു സീലിംഗ് നിർമ്മിച്ച് ഇന്ന് പുലർച്ചെ ഇത് അടർന്നു വീഴുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഇത് സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ അതിനകത്ത് കുട്ടികൾ ഇരിക്കുന്ന സമയം ഉണ്ട്. അതായത് ഈ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് നേരത്തെ എത്തുന്ന കുട്ടികളെ ഈ രക്ഷിതാക്കൾ ഇരുത്തുന്നത് ഈ ഓഡിറ്റോറിയത്തിനകത്താണ് എന്നാണ് അവിടുത്തെ രക്ഷിതാക്കൾ തന്നെ പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു സമയത്താണെങ്കിൽ, അതായത് ഈ സ്കൂളിൻ്റെ പ്രവൃത്തി സമയത്താണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു. നല്ല കട്ടിയുള്ള ഒരു സീലിംഗ് തന്നെയാണ്, ബോർഡ് ഉപയോഗിച്ചുള്ള സീലിംഗ് തന്നെയാണ് വീണിരിക്കുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് കുട്ടികൾക്കാർക്കും തന്നെ, അല്ലെങ്കിൽ അവിടെ ആരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സ്കൂളിലെത്തും. വിശദമായ സ്കൂൾ അധികൃതരുടെ ഭാഗം കൂടി കേട്ട ശേഷം കൂടുതൽ പ്രതികരണം ഉണ്ടാകും.